നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് വളരെ ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി ഒത്തു വന്നിട്ടുണ്ട്. അത് എന്തിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്ത് ചാൻസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഞാനല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് വന്നിട്ടുണ്ട്, ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ചാൻസ്. നിങ്ങൾ ഈ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ, അതാണ് നമ്മൾ നോക്കുന്നത്. 2 കാർഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പൊ ചാൻസ് എടുത്താൽ അതിന്റെ റിസൾട്ട് എന്താവും, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 1, 2, 3 നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആ ചോദ്യം ചോദിക്കാം. അപ്പൊ ഒന്നാമത്തെ നമ്പർ എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ ചാൻസ്, കിട്ടിയ ചാൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താകും അതിന്റെ റിസൾട്ട്, ഇതാണ് നമ്മൾ നോക്കുന്നത്. കിട്ടിയ ചാൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണ് കിട്ടുക, വരിക, അല്ലെങ്കിൽ ഉണ്ടാവുക, അതിൽ നിന്ന് എന്താണ് ഉണ്ടാവുക, അതാണ് നോക്കുന്നത്. നമുക്കൊരു 2 കാർഡാണ് വേണ്ടത്. ഇത് വളരെ കമ്പാഷനറ്റ് ആയിട്ടുള്ള ഒരു വളരെയധികം സ്നേഹമുള്ള ഒരു എനർജിയാണ്, വളരെ കെയർഫുൾ ആയ എനർജിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒത്തിരി ഒരു കൺട്രോളിൽ വേണം മുമ്പോട്ട് പോകാൻ. നിങ്ങൾ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് പോവുകയാണ്. ഈ വ്യക്തി വളരെ ഇമോഷണലി വളരെ സെൻസിറ്റീവ്. ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ വ്യക്തി ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആണ്. ഇത് മാരീഡ് ആയ ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കയറി ഹെഡ് ചെയ്ത് സംസാരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ വ്യക്തി നിങ്ങളെ സംശയിക്കാൻ തുടങ്ങും. ഇത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത് നല്ല ഉദ്ദേശത്തിലല്ല എന്ന് ഈ വ്യക്തിക്ക് ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ വ്യക്തി ഇറങ്ങിപ്പോകും. ഇവിടെ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട്, കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് ഇവിടെ പെരുമാറണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, എയറും വാട്ടറുമാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ മനസ്സിലാവില്ല. വായുവിന് വെള്ളത്തിന് മനസ്സിലാവില്ല, വെള്ളത്തിന് വായുവിന് മനസ്സിലാവില്ല. വെള്ളം എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആണെങ്കിലും ഈ പ്രത്യേക എനർജി ഇമോഷൻസിനെ വളരെ കൺട്രോളിൽ വെക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ കാര്യങ്ങൾ തുറന്ന് പറയാതെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെക്കുന്ന ഒരു എനർജി ആവുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു എനർജി ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ മെച്യൂരിറ്റിയും ഇവിടെ വളരെ അധികം യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. സക്സസ്ഫുൾ ആകുക എന്നത് നിങ്ങളുടെ പെരുമാറ്റം പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ എനിക്ക് ഇപ്പൊ ഒരു ഉത്തരം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് പണിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് ക്ഷമയോടെ, കുറച്ച് മെച്യൂരിറ്റിയോടെ ഡീൽ ചെയ്താൽ ഇവിടെ ഒരു സക്സസിന്റെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒരാൾ എടുത്തുചാട്ടക്കാരനും സ്ത്രീയോ പുരുഷനോ പോലെ എടുത്തുചാട്ടമുള്ള ഒരു എനർജിയും ഒരാള് വളരെയധികം കൺട്രോൾഡ് ആയിട്ട് പെരുമാറുന്ന 2 പേരാണ്. അപ്പൊ ഇവിടെ ഒരു സക്സസ് ആവണമെങ്കിൽ 2 പേരും കുറച്ചൊന്ന്, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇമ്പൾസീവ് ആയിട്ട് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ട് പെരുമാറണം. ഈ വ്യക്തി നിങ്ങളെക്കാളും പ്രായത്തിലും എക്സ്പീരിയൻസിലും കൂടിയ ആളാണ്. നിങ്ങൾ പ്രായത്തിൽ കുറഞ്ഞ ഒരാളാണ്, എക്സ്പീരിയൻസിലും കുറവുള്ള ആളാണ്. അപ്പോൾ ആ റെസ്പെക്ട്, എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്ക് റെസ്പെക്ട് കൊടുക്കുക, അയാളുടെ പ്രായത്തെ മാനിക്കുക, സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. അതുപോലെ ആ വ്യക്തിയുടെ പൊസിഷൻ മാനിക്കുക, പിന്നെ വളരെ മെച്ചുവേർഡ് ആയിട്ട് പെരുമാറുക. ഇതാണ് ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നോക്കുന്നത്. നിങ്ങൾ ഈ ചാൻസ് എടുത്താൽ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കുറെ കാർഡുകളാണ്, എനിക്കൊക്കെ ഓം എന്ന് കാർഡിലേക്ക് പോയി എടുക്കട്ടെ. ഇതിപ്പോ ഒരു സ്ഥിരം ഇതുവരെ ഇതുപോലെ കാർഡുകൾ കാണുന്നില്ല. ഞാൻ ഇന്ന് ഈ മുട്ടുകുത്തിക്കണമെന്നുള്ള ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ഇത്ര ആയ സ്ഥിതിക്ക് ഞാനത് കട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ നമ്പർ എന്തായാലും നോക്കുകയാണ്. ഭഗവാനെ നോക്കട്ടെ കേട്ടോ.
എല്ലാത്തിനും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടല്ലോ. ഒരു റീസണും ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. അപ്പൊ എന്തിനെങ്കിലും കാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോ എന്തെങ്കിലും സാധനം എന്റെ കയ്യിൽ താഴെ വീഴും. ഞാൻ ഇടുന്നതല്ല, തന്നെത്താനെ. എന്നിട്ട് അതിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി ദേവിയെ വന്ദിക്കണം. അപ്പൊ മിക്കവാറും ഞാനത് ചെയ്യാറില്ല. അപ്പൊ സാധനം എന്റെ കയ്യിൽ താഴെ വീഴും. മുട്ടുകുത്തി അല്ലെങ്കിൽ തലകുത്തി ഒക്കെ എടുത്ത് അപ്പൊ ഒരു കുനിയലായല്ലോ. മുമ്പില് നമ്മൾ എപ്പോഴും നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? തല കുനിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ മുമ്പിൽ. ആ ഒരു ഇതാണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കുനിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോ രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകളാണ്. 2 കാർഡ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 കാർഡ് പറയുന്നത് 2 ഓഫ് വാൻസും ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഇത് 8 ഓഫ് പെന്റക്കിൾസ് ആണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് ഹാർഡ് വർക്കിങ്ങിന്റെ കാർഡാണ്. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക, മൊണോട്ടണി ഉണ്ട്. എന്നിട്ട് ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് നിങ്ങൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ 2 ഓഫ് വാൻസ്, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചൂസ് ചെയ്യാനാണ് നിങ്ങൾ ഇപ്പോ അതൊരു ചാൻസ്. ഇപ്പൊ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ ചൂസ് ചെയ്യണം നിങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുത്തു. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന ചാൻസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ചാൻസ് എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. കുറച്ചും കൂടെ നിങ്ങൾ ഇതിനകത്തേക്ക് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടെ സമയം സ്പെൻഡ് ചെയ്യണം, കുറച്ചും കൂടെ ചിന്തിക്കണം, കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കണം, കുറച്ചും കൂടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്തേക്ക് ഈ ഒരു ചാൻസ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇത് എത്ര ബോറടിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഞാൻ ഇത്രയും ഇപ്പൊ 6 മാസമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോ എനിക്ക് ബോറടിക്കുന്നു, ഞാൻ ഏതായാലും ഇത് ട്രയലിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. യൂണിവേഴ്സ് പറഞ്ഞ കുറച്ചും കൂടെ നിങ്ങളൊരു അടുത്ത ഒരു മേ ബി 2 മാസമോ 3 മാസം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇത് വെറും തമാശയല്ല, നിങ്ങൾക്ക് ഭയങ്കര സീരിയസ് ആയ ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. വെച്ചാൽ കിട്ടണം നിങ്ങൾക്ക്. മനസ്സിലായോ? കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം മുഴുവൻ നഷ്ടമാകും. അപ്പൊ അങ്ങോട്ട് നിങ്ങൾ പോകുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ ഫെയിലിയർ ഒരു 0.0 അങ്ങനെ അത്രയും കുറവായിരിക്കണം. അത്രയും കോൺഫിഡൻസ് ആവുമ്പോ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് ഈ ചാൻസ് എടുക്കാൻ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാവും. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതൊക്കെ വെള്ളത്തിലാവും. അതുകൊണ്ട് ഇപ്പോ ഇതിന് സമയമായിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഓൾറൈറ്റ്. അപ്പൊ മൂന്നാമത്തെ ആള് ചാൻസ് എടുത്താൽ എന്താകും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാര്യം ഒരു കാര്യം ഇതൊരു ടീം ബിൽഡിങ്ങിന്റെ എന്തോ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. എന്തോ ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ പ്രോജക്റ്റിന്റെ ഇതില് നിങ്ങള് ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ചാൻസ് എടുത്താൽ സക്സസ്ഫുൾ ആകുമോ എന്നാണ് ചോദിച്ചത്. ഈ ചാൻസ് എടുത്താൽ വളരെ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ടീം ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ നിങ്ങൾ നല്ലപോലെ കരുതണം, നല്ലപോലെ അവരെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. സക്സസ്ഫുൾ ആകും ഇത് കേട്ടോ. പക്ഷെ ഇതൊരു ബിസിനസ് ഡീല് പോലെയാണ്. 2 പെന്റക്കിൾസ് ആണ്. അല്ലെങ്കിൽ വളരെ ഭൗതികമായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോ 3 ഓഫ് പെന്റക്കിൾസ് ഉള്ള ടോറസ് വെർഗോ കാപ്രിക്കോൺ, ക്വീൻ ഓഫ് പെന്റക്കിൾസും ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇത് കാപ്രിക്കോൺ ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പോ ഇവിടെ ടീമായിട്ട് തുടങ്ങിയാലും ടീമായിട്ട് കണ്ടിന്യൂ ചെയ്താലും ഒരു ടീം ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന സക്സസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോ കൂടെയുള്ളവരെയൊക്കെ തഴഞ്ഞിട്ട് മുമ്പോട്ട് പോകാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ ഈ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി വർക്ക് ചെയ്ത് അവരെയും കൊണ്ടേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ടീം ഇതിന്റെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ടീമിന് നിങ്ങൾ വഴിക്കിട്ടിട്ട് പോകരുത്. നമ്മള് മറ്റേ ടീമേ എന്ന് വിളിക്കുന്ന ടീമല്ല, നിങ്ങളുടെ ടീം. മനസ്സിലായി? നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിൽക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ ടീം
എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാലേ ഇവിടെ സക്സസ്ഫുൾ ആകുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് അവരെ വളരെ ഒരു അമ്മയെ പോലെ പരിചരിക്കണം, അവരെ സഹായിക്കും, വേണ്ട സമയത്ത് സഹായിക്കണം. പൈസ കൊടുത്താണെങ്കിലും നിങ്ങളുടെ ഫിസിക്കൽ സഹായമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു മെസ്സേജ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണെന്ന് വിചാരിക്കാം. ആരുടെങ്കിലും കീഴില് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിലും അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. അവരെ നന്നായിട്ട് സഹായിക്കണം എന്നാണ് പറയുന്നത്. അവരെ നന്നായിട്ട് കെയർ ചെയ്യണം. വേറൊരു കാര്യം പറയുന്നത്, നിങ്ങളിപ്പം എക്സ്പേർട്ട് ആണെന്നായിരിക്കാം നിങ്ങളുടെ ഫീൽഡില്. ഇപ്പൊ നിങ്ങൾ നല്ലൊരു മരപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിലിരുന്ന് മരപ്പണി ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പുറത്തുപോയി മരപ്പണി ചെയ്യുമ്പോൾ ആ പണി കണ്ടിട്ട്, ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന ഒരാൾ പണി ചെയ്യാണ്, അപ്പൊ അയാളുടെ നന്നായിട്ട് കൊത്തുപണിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണെങ്കിൽ എന്റെ വീട്ടിലെ ഫർണിച്ചർ എന്റെ ഫ്രണ്ട്സ് വരുമ്പോഴും എന്റെ ബന്ധുക്കൾ വരുമ്പോഴും എല്ലാം കാണും. അപ്പൊ ഞാൻ പറയും, ഓക്കെ, ഇത് നല്ലൊരു പണിക്കാരനാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പണിക്ക് പോയാലും അവിടെ പണി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് പെരുമാറണം. നിങ്ങളെ കൂടെയുള്ളവരോടും ഏത് വീട്ടിലാണോ പണിക്ക് പോകുന്നത് അവരോട് മര്യാദയ്ക്ക് നന്നായിട്ട് പെരുമാറണം. മാനേഴ്സോടുകൂടി പെരുമാറണം. കാരണം നമുക്ക് എപ്പോഴും ഇന്നത്തെ പണിയല്ല, നമ്മൾക്ക് ഇനി ഉയർന്നു പോകണം. അപ്പൊ നമുക്ക് നാളെയും ഇവര് പണിക്ക് വിളിക്കണം. അതിന് നമ്മള് ആ ഒരു എന്താ പറയാ, ഒരു റെസ്പെക്ട് ഉണ്ടാക്കിയെടുത്താലേ, അല്ലെങ്കിൽ അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താലേ മാത്രമേ നാളെ നിങ്ങളെ പണിക്ക് വിളിക്കുള്ളൂ. അപ്പൊ ഇതെപ്പോഴും മനസ്സിൽ വേണമെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ നല്ലൊരു ഭാവി വേണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം അതിന്റെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. ഓരോ വീടും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ജോലിയും, ചെറിയ ജോലി ആണെങ്കിൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ചിലരെ നമ്മൾ വിളിക്കുമ്പോൾ അതെനിക്ക് വയ്യ, വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുമെന്ന് പറയുന്ന ആളുകളില്ല. അങ്ങനെയുള്ളവർ ആരും വിളിക്കില്ല. കാരണം നമ്മൾക്ക് വീട്ടിൽ നമുക്ക് ഈ പണി വരുമ്പോ ഈ പുള്ളിയെ വിളിച്ചിട്ട് കാര്യമില്ല, ആ പുള്ളി മടിയാണ്, വരില്ല എന്ന് പറയും. അപ്പൊ പണികൾ ഇഷ്ടം പോലെ പോകും. പക്ഷെ എല്ലാ പണിയും ചെയ്യാൻ റെഡി ആയ ഒരാൾക്ക് ഇഷ്ടംപോലെ പണിയും പൈസയും പേരും പ്രശസ്തിയും വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഹാർഡ് വർക്ക് ചെയ്യാനും ആത്മാർത്ഥമായിട്ട് ചെയ്യാനും എല്ലാം മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സക്സസ്ഫുൾ ആകുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.